നമ്മുടെ നീതിന്യായ കോടതിയെക്കുറിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുന്നു. കാരണം സമർത്ഥനായ ഒരു അഡ്വക്കേറ്റും കുറച്ച് പണവും ഉണ്ടെങ്കിൽ എത്ര വലിയ കേസാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ കഴിയുമെന്നൊരു തോന്നൽ ജനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ആരും കുറ്റം ആരോപിക്കപ്പെടുന്നില്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, അഡ്വക്കേറ്റ് മിടുക്കനാണെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാ ഈ കോടതിയിൽ ഒരു പെറ്റി കേസ് വിസ്താരം നടക്കുകയാണ്. ഇവിടെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് തന്റെ കക്ഷികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കേസ് എങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന് നോക്കൂ. തന്നെ തന്നെയാണ്. ഇങ്ങോട്ട് വാടോ. താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ഇവിടെ തന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ലല്ലോ. അപ്പോഴേ താൻ അയാളെ തെറി പറഞ്ഞു എന്നുള്ളത് ശരിയാണല്ലോ? ശരിയാണല്ലോ. മർദ്ദിച്ചില്ലല്ല. ഇവിടെ താൻ തെറി പറഞ്ഞുകൊണ്ട് തന്നെ തനിക്ക് പരമാവധി ശിക്ഷ കിട്ടും. അയ്യോ, ശിക്ഷ കിട്ടരുത്. അപ്പൊ താൻ തെറി പറഞ്ഞില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അങ്ങനെ പറഞ്ഞ കോടതി വിശ്വസിക്കില്ല. താനൊരു ഊമയായിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു പൊട്ടനായിട്ട് അഭിനയിക്കണം. സംസാരിക്കാൻ കഴിവില്ലാത്ത പൊട്ടനാണെന്ന് കോടതി പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അഭിനയിക്കണമെന്ന്, പൊട്ടനായിട്ട് അഭിനയിക്കണം. അപ്പൊ ഞാൻ കോടതിയിൽ വെച്ച് തന്നോട് ചോദിക്കും, തന്റെ പേരെന്താണ്? വർഗീസ്. പൊട്ടനായിട്ട് അഭിനയിക്കണമെന്ന്. തന്റെ പേരെന്താണ്? പൊട്ടനായിട്ട് വർഗീസ്. അഭിനയിക്കാൻ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടെ? അഭിനയിക്കണം, പൊട്ടനായിട്ട് അഭിനയിക്കണം. തന്റെ പേരെന്താണ്? ഒന്നുകൂടി നന്നായിട്ട് അഭിനയിച്ചേ. കൊള്ളാം കൊള്ളാം. താൻ ഈ നിൽക്കുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? അവൻ ഇത് കഴിഞ്ഞു വേണം ഒന്ന് കൊടുക്കാനായിട്ട്. തന്നോട് പറഞ്ഞാൽ മനസ്സിലായൊന്നുമില്ല. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പടിക്കും ഞാൻ. ഫുൾ ടൈം പൊട്ടനായിട്ട് അഭിനയിക്കണമെന്ന്. ഫുൾ ടൈം പൊട്ടൻ. തന്റെ അഭിനയം പോലെ ഇരിക്കും ഈ കേസിന്റെ വിജയം. താൻ പുറത്തു പോയി നിന്നോ. ഫുൾ ടൈം പൊട്ടൻ. ഫുൾ ടൈം പൊട്ടൻ. അല്ല, ഒരു സംശയമുണ്ട്. ഫുൾ ടൈം പൊട്ടൻ. ഫുൾ ടൈം പൊട്ടൻ. അന്തോണി മകൻ വർഗീസ് ഹാജരുണ്ടോ? 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 തറ ശരിയാക്കി തറ. ജാതിയെ കളിയാക്കാൻ കൊടുക്കരുത്. ജഡ്ജിയോ? അതാരാണ്? രോഗിയാണെന്ന് തോന്നുന്നു. ഇതെന്താണ് കത്തി മൂർച്ച വെക്കുന്നവൾ ഒരു കളി? ഇരുന്നോ, അവിടെ ഇരുന്നോ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കേസിലേക്ക് കിടക്കുകയാണ്. സംഭവം നടന്നത് എങ്ങനെയാണ്? നടന്നതോ എങ്ങനെ? എടോ അതല്ല, സംഭവം നടന്നത് എങ്ങനെയാണ്? സംഭവം നടന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഒരു വെള്ളിയാഴ്ച. അതായത് നമ്മുടെ പറമ്പിനകത്ത് സക്ക ഉണ്ടാക്കുന്ന ഒരു മരമുണ്ട്. സക്ക ഉണ്ടാക്കുന്ന മരം? സക്ക ഉണ്ടാക്കുന്ന മരം ഇന്ത്യയിലില്ല. സക്ക ഉണ്ടാകുന്ന മരം. ചക്ക ഉണ്ടാകുന്ന മരം. പ്ലാവ്. പ്ലാവെന്നോ മാവെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാൻ കൊടുക്കാം. എന്നിട്ട് നല്ല അനുഭവ ഗുണമുള്ള ഒരു മരമാണ്. ഓഹോ, എന്റെ അപ്പന്റെ അപ്പൻ വെച്ച മരമാണ്. അപ്പന്റെ അപ്പം വെച്ചുകൊണ്ടാണോ അനുഭവ ഗുണമുള്ളത്? അതുകൊണ്ടല്ല, അതിൽ ആദ്യം ഉണ്ടായ സക്ക വീണാണ് അപ്പന്റെ അപ്പൻ സത്തത്. ഓഹോ, അങ്ങനെ അനുഭവ ഗുണം. അതാണ് നല്ല അനുഭവ ഗുണമുള്ള മരമാണ് എന്ന് പറയാൻ കൊടുക്കുന്നതിന്റെ ഒരു കാരണം. അങ്ങനെ അനുഭവ ഗുണമുള്ള ഈ സക്ക മരത്തിൽ നിന്നും ദിവസവും ഓരോ സക്ക മോശന കളവ് പോകുന്നു. കാണാതെ പോകാൻ കൊടുക്കും. അപ്പോൾ ഇതാരാണ് ഈ സക്ക മോഷ്ടിക്കുന്നത് എന്നറിയാൻ ഒരു ദിവസം പറമ്പിന്റെ അകത്ത് ഞാനിങ്ങനെ കാത്തിരുന്നു. രാത്രി ഒളിച്ചിരുന്നു സക്ക മരത്തിന്റെ ചോട്ട്. എന്നിട്ട് ഒരു രാത്രി ഒരു 12 മണി, 12:15, 12:30 കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ 12:45. എന്നിട്ട് 12:45 ഈ നിൽക്കുന്ന ഭീമസഭകൻ തെങ്ങിന്റെ മോർകുടിയൻ നമ്മുടെ പറമ്പിന്റെ അകത്തേക്ക് മതിൽ പൊക്കി ഒരു സാട്ടമാണ്. മതിൽ പൊക്കി നമ്മുടെ പറമ്പിന്റെ അകത്തേക്ക് ഒരു സാട്ടമാണ്. മതിൽ ചാടി കടന്നു. അതെ. എന്നിട്ട് ചില കള്ളന്മാർ ഇങ്ങനെ കക്കാൻ വരുമല്ലോ, പതുങ്ങി ഇറങ്ങി നമ്മുടെ സക്ക മരത്തിന്റെ ചോട്ടിൽ വന്ന് അപ്പൊ കയറി പിടിച്ചു കാണും. അപ്പോൾ എങ്ങനെയാണ് പിടിക്കാൻ കൊടുക്കുന്നത്? അതാണ് കിഡ്നി വർക്ക് ചെയ്യണം, ബുദ്ധി വേണം എന്ന് പറയാൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ സക്ക മരത്തിന്റെ ചോട്ടിൽ വന്ന് നമ്മുടെ നെറുകൻ തലയിൽ തന്നെ ചവിട്ടി സക്ക മരത്തിന്റെ മുകളിൽ കയറാൻ കൊടുക്കും. അപ്പൊ കയറി പിടിച്ചു കാണും. അപ്പോൾ എങ്ങനെയാണ് പിടിക്കാൻ കൊടുക്കുന്നത്? അതാണ് കിഡ്നി വർക്ക് ചെയ്യണം, ബുദ്ധി വേണം എന്ന് പറയുന്നത്. ഓർഡർ കൊടുക്കുമ്പോ ഒരു പരിപ്പടയും ഒരു സായും എനിക്ക് ഓർഡർ കൊടുക്കും. കഴിയുമ്പോ തറ. കോടതിയിൽ ഓർഡർ പറഞ്ഞാണെന്ന്. ഓ, അത് ശരി. എന്നിട്ട് അങ്ങനെ ഇയാൾ ചക്കമരത്തിന്റെ മുകളിൽ കയറാൻ കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ബുദ്ധം എന്നൊരു ശബ്ദമാണ്. എന്താണത്? ചക്ക വന്ന് വീണു. കണ്ണ് തള്ളിപ്പോയി. ചക്ക വന്ന് വീണേന് കണ്ണ് തള്ളി എന്തിനാ? നെറുകൻ തലയിൽ ചക്ക വീണ കണ്ണല്ല, നാക്ക് വരെ തള്ളും. നെറുകൻ തലയിൽ ചക്ക വന്ന് വീണു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ കണ്ണ് തള്ളി ഇരിക്കുമ്പോഴാണ് ഈ നിൽക്കുന്ന മഹാഭാവി നമ്മുടെ നെറുകൻ തലയിൽ തന്നെ ചവിട്ടി താഴെ ഇറങ്ങാൻ കൊടുത്തത്. താഴെ ഇറങ്ങാൻ കൊടുത്ത് നമ്മുടെ ചക്കയുമായി കള്ളന്മാർ പോണമോൾ ഇങ്ങനെ പോയപ്പോ നമ്മൾ പുറയിൽ നിന്നൊരു സൂത്രം ചെയ്തു. എന്താണത്? ഇങ്ങനെ കൈകൊട്ടി വിളിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, നാണമില്ലടോ കർക്കാരെ ചക്ക ഇങ്ങനെ നക്കി തിന്നാൻ എന്ന് പറഞ്ഞപ്പോഴുണ്ടല്ലോ ഗ്ലാമർ ഉള്ള ഈ മുഖത്ത് നോക്കി ഒരു നാൾ തെറിയാണ് പറഞ്ഞു. ഗ്ലാമർ ഉള്ള ഈ മുഖത്ത് നോക്കി ഒരു നാൾ തെറിയാണ് നമ്മൾ പറയാൻ. അതെ, അതുകൊണ്ട് ഒരു 2-2.5 ശിക്ഷ കൊടുത്താൽ മതി.
ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എന്റെ കക്ഷി വിസ്തരിക്കണം. നിങ്ങളുടെ പേരെന്താണ്? എടോ നിങ്ങളുടെ പേരെന്താണെന്ന്? ദൈവമോ എടോ നിങ്ങളുടെ പേരെന്താണെന്ന്? ദൈവമോ എടോ നിങ്ങളുടെ പേരെന്താണെന്ന്? ഏയ്, ഇതെന്ത് ഭാഷയാണ്? എടോ താനി നിൽക്കുന്ന വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? ഇത് പുസ്തകത്തിലില്ലാത്ത ഒരു ഭാഷയാണ്. കുറെ നേരമായി ഇയാൾ ഓർഡർ കൊടുക്കാൻ തുടങ്ങിയിട്ട്. എടോ താൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ല. പക്ഷെ നിർത്താൻ കൊടുക്കും. തനിക്ക് എന്ത് പറ്റിയോ? ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ എനിക്ക് പറയാനുള്ളത്, എന്റെ കക്ഷി സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു ഊമയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കും. എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കുവാനുള്ള കമ്മത്തിന്റെ ഒരു അടവായിരുന്നു ഇത്. അതുകൊണ്ട് കമ്മത്തിന് തക്കതായി ശിക്ഷ നൽകുവാൻ കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. സംസാരിക്കാൻ കഴിവില്ലാത്ത വർഗീസ് കുറ്റക്കാരനല്ല എന്ന് കണ്ടതിനാൽ കോടതി വർഗീസിനെ വെറുതെ വിട്ടിരിക്കുന്നു. കമ്മത്തിനെ ടിവിയിലെ മലയാളം സീരിയലുകൾ 6 മാസം മുടങ്ങാതെ കാണാൻ വിധിച്ചിരിക്കുന്നു. ദൈവമോ ജീവപര്യന്തമാണല്ലോ ശിക്ഷ. കോടതി പിരിച്ചുവിട്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു വാദം? കലക്കില്ലേ? ഞാൻ ഇന്നേവരെ ഏറ്റെടുത്ത ഒരു കേസും ഇന്നേവരെ തോറ്റിട്ടില്ല. തന്റെ അഭിനയം കലക്കിട്ടാ. അപ്പേ ബാക്കി തരാനല്ലേ വക്കീൽ ഫീസ് 3000 രൂപ. അതുകൊണ്ട് തന്നെ എടോ എന്റെ വക്കീൽ ഫീസ് 3000 രൂപ. എടോ എന്റെ വക്കീൽ ഫീസ് 3000